ഹലോ. അപ്പോൾ ഇന്ന് നല്ലൊരു പണി കിട്ടിയിട്ടാണ് തുടങ്ങിയത് കേട്ടോ. രാവിലെ തന്നെ ഇന്ന് അച്ഛന് ഓണാഘോഷ പരിപാടി ഉണ്ട് കേട്ടോ സ്കൂളിൽ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ എണീച്ചത്. കാരണം പുട്ട് മാത്രമേ ചൂടാനുണ്ടായിരുന്നുള്ളൂ. കറിയുണ്ട്, പിന്നെ അച്ഛന് പഴം ഉണ്ടെങ്കിൽ പഴമാണ് കേട്ടോ വേണ്ടേ. ഓനങ്ങനെ കറിയൊന്നും കൂട്ടൂല, പഴം ഉണ്ടെങ്കിൽ. അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് മെല്ലെ എണീക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആക്കത്തിൽ എണീച്ചു കേട്ടോ. പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് പണി കിട്ടിയ ദിവസമായിരുന്നു. നമ്മൾ പണി എളുപ്പമെന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. അങ്ങനെ പിന്നെ പുട്ട് വേഗം അടുപ്പത്ത് വെച്ച് ഞാൻ അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടിൻ്റെ വെള്ളത്തിൽ. അതും കൂടെ അതിൻ്റെ കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പം ആവുന്ന പാത്രങ്ങൾ കഴുകിയാൽ എനിക്ക് ആ സമയം ഇങ്ങനെ ഇരിക്കാമല്ലോ. പാത്രം എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് കഴുകൽ വേറൊരു പണിയല്ലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ അച്ചുവിൻ്റെ മുണ്ടും ഷർട്ടും, ഇന്ന് അച്ഛനും മുണ്ടും ഷർട്ടുമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തേക്കാന്ന് പറഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ അത് തേക്കാൻ പോയി. പുട്ട് അടുപ്പത്ത് കിടക്കുന്ന ആ സമയം കൊണ്ട് കേട്ടോ. പക്ഷെ അച്ചു ഇതുവരെ എണീച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എന്താക്കി വേഗം ഇതൊക്കെ ആക്കിക്കൊണ്ട് വന്നപ്പോൾ അടുക്കളയിൽ നിന്ന് എന്തോ സൗണ്ട് കേട്ടിട്ട് പോയി നോക്കുമ്പോൾ ഞാൻ ഇട്ട മുട്ട എന്താക്കി പൊട്ടിയിട്ട് അതിങ്ങനെ ഭയങ്കരമായിട്ട് തിളച്ച് എന്തൊക്കെയോ ഒച്ചയൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയത്. പിന്നെ മുട്ടയൊക്കെ ഒന്ന് മാറ്റി വേറെ വെള്ളമാക്കി വെച്ചിട്ടാണ് പിന്നെ എന്താക്കിയത് റെഡിയാക്കി പിന്നെയും വെച്ചുട്ടോ. ഞാൻ പിന്നെയും റെഡിയാക്കി. പിന്നെ ഞാൻ ചെയ്ത അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആ മാറ്റി മുട്ട ഞാൻ പിന്നെയും അതിൽ തന്നെ ഇട്ടു. അത്രത്തോളം വിവരമുണ്ട് ഗൈസ് എനിക്ക്. അങ്ങനെ പിന്നെ പോയി അതിൻ്റെ ഇടയ്ക്ക് മുണ്ടും കൂടെ ഒന്ന് തേച്ച് വെച്ച് പിന്നെ അച്ചുവിനെ വിളിച്ച്. ഇതാണ് ഏറ്റവും വലിയ പണി. രാവിലെ എണീക്കൽ ഭയങ്കര ടാസ്ക്കാണ്. എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഓണായിക്കോളും. പക്ഷേ എണീപ്പിച്ച് കൊണ്ടുവരൽ ഭയങ്കര പണിയാണ്. ഇവിടെയാണ് എനിക്ക് പണി കിട്ടുന്നത്. പെട്ടെന്ന് ഞാൻ തീ അങ്ങ് കൂട്ടി വെച്ചതേ ഓർമ്മയുള്ളൂ. ഫുള്ളും പൊങ്ങി എൻ്റെ കയ്യിലോട്ട് വന്നു. എനിക്കിത് നിലത്തിടണോ ഇത് എവിടെ ഇടണമെന്ന് തിരിയാതെ ഞാൻ കുറേ നേരം അതും പിടിച്ചിങ്ങനെ നിന്നിട്ടോ. ഭാഗ്യത്തിന് മേലെ വശത്തേക്കൊന്നും ആവി വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ അത് പൊങ്ങി വന്നത്. അതായത് ഈ മുട്ടേൻ്റെ ആ പത ഇങ്ങനെ പൊങ്ങി വന്ന സമയത്ത് അടിഭാഗം നന്നായിട്ട് വെന്തുണ്ടായിരുന്നു. അപ്പോൾ മേലോട്ട് ഇത് ആവി വരുന്നുണ്ടായിരുന്നില്ല. അടിഭാഗം മാത്രം നല്ല വെന്ത്. അത് മാത്രം ഞാനെടുത്ത് മാറ്റി വെച്ച് മേലെ ഭാഗത്തോട്ട് ആവി വരാത്തതുകൊണ്ട് അടിയിൽ അങ്ങ് പൊങ്ങി പുട്ട്. എന്നിട്ട് ഫുൾ അവിടെയൊക്കെ ആയിട്ടോ. അതാ പറഞ്ഞ നമ്മൾ ഇന്ന് വലിയ പണിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്ന ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. പിന്നെ ഞാൻ എല്ലാം മാറ്റി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ. രണ്ടാമതും വെച്ചിട്ട് പിന്നെ എന്താ ഇനിയും പൊങ്ങി വരുന്നുണ്ടോ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല നോക്കാതിരിക്കാൻ. പിന്നെ അച്ചു സ്വന്തം തന്നെ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് സ്വന്തം തന്നെ പല്ലൊക്കെ തേച്ച് പിന്നെ ഓനെ വേഗം ഞാൻ മാറ്റിച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരുത്തി. എന്തൊക്കെ കൊടുത്താലും ഇച്ചിരി കഴിക്കുള്ളൂ കേട്ടോ. രാവിലെ കഴിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേഗം മാറ്റിച്ച് വണ്ടി വരുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ മാറ്റിച്ചത്. കുറച്ച് നേരത്തെ മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, പോകുമ്പോഴേക്കും അത് ഫുള്ള് സീനായിട്ടുണ്ടാവും. പിന്നെ കണ്ണ് ജസ്റ്റ് ഒന്ന് ഞാൻ പിരിക മാത്രം ഒന്ന് വരച്ചു കൊടുത്തു. അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ഞാനെന്താ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചത്. പിന്നെ നമ്മളെന്താക്കി എല്ലാം മാറ്റി ഞാൻ ഓനെ കുറച്ച് എടുത്തിട്ട് മേലെ കൊണ്ടുപോയി നിർത്തിയിട്ട് അപ്പോഴേക്കും പിന്നെ വണ്ടിയൊക്കെ വന്ന് എല്ലാവരും പട്ടുപാവാടിയും ബ്ലൗസും അതും ഇതൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ അച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.